തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു വിവാദം ഇപ്പം എന്താണെന്ന് വല്ല വിവരമുണ്ടോ? തിരുപ്പതി ലഡു കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഈ ഇത് മഹാപ്രസാദമാണ്. തിരുപ്പതി ദേവൻ്റെ മഹാപ്രസാദം. അതിന് വേറൊരു പേരുണ്ട്, ശ്രീവരി എന്നാണ് പറയുന്നത്. ശ്രീവരി ലഡുവിന് അങ്ങനെ ഒരു പേരുണ്ട്, ശ്രീവരി. അപ്പോൾ ഇത് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയും മുമ്പ് തിരുപ്പതി ലഡു കഴിച്ചിട്ടുള്ളവർ തിരുപ്പതി ശ്രീവരിയെ കുറിച്ച് അറിയണം. അതുകൊണ്ടൊന്ന് അറിഞ്ഞാലേ നമ്മൾ ഈ പറയുന്ന ഉത്തരത്തിന് ഒരു കൗതുകം ഉണ്ടാകത്തുള്ളൂ. കൗതുകം വേണമല്ലോ. നമ്മൾ കഴിക്കുന്ന ലഡു എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വിശ്വാസം എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് തിരുപ്പതി പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, കുറവായിരിക്കും ആളുകൾ. തിരുപ്പതി വരെയൊക്കെ പോയി തിരുമല ദേവസ്ഥാനത്ത് പോയിട്ടുള്ള ആളുകൾ നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്നതുമായി നോക്കുമ്പോൾ കുറവാണ്. സർവൈശ്വര്യത്തിനും കുബേരൻ്റെ തുല്യമായ കുബേരൻ്റെ കടം വാങ്ങി ഭഗവാൻ കല്യാണം കഴിച്ചു എന്നൊക്കെയാണല്ലോ കഥ. അതെ. അപ്പോൾ ഏതായാലും അവിടെ ചെല്ലുന്നവർക്ക് അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ആന്ധ്രയിലെ ആളുകൾ അവരുടെ ബിസിനസ്സിലൊക്കെ ഈശ്വരനെ, ബാലാജിയെ പാർട്ട്ണറാക്കി വെച്ച് കച്ചവടം നടത്താറുണ്ട്. എന്നിട്ട് പറയും ലാഭത്തിൻ്റെ പപ്പാതി ഈശ്വരനാണ്, ഭഗവാൻ. അങ്ങനെയാണ് തിരുമലയിൽ ഒരുപാട് വലിയ പണം വരുന്നത്. കാരണം എത്ര കൊടുക്കുന്നോ അത്രയും തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നു. അത് ഒരുപാട് പേരുടെ അനുഭവമാണെന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഭക്തവത്സലനാണ് ഈശ്വരൻ. നാരായണനാണല്ലോ, വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. ഏതായാലും നമുക്കതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ശ്രീവരിയെക്കുറിച്ച് പറയാം. ഈ ലഡു പ്രസാദം കൊടുക്കുന്ന പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതിന് ഡേറ്റ് ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. 1715 ഓഗസ്റ്റ് 2 ഈ ലഡു കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചത്. 1715 ഓഗസ്റ്റ് 2 അത്രയും പഴക്കമുള്ളൊരു ആചാരമാണ്. അപ്പോൾ വെറുതെ ലഡു ഉണ്ടാക്കുമെന്നല്ല. ഈ ലഡുവിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ലഡു 3 തരം ലഡു ഉണ്ട്. ഒന്ന് സാധാരണ ലഡു, ഫ്രീ ആണ്. അവിടെ ചെല്ലുന്നവർക്കുള്ള പ്രസാദമായിട്ട് ചെറിയ സ്മോൾ ലഡു കിട്ടും. 25 ഗ്രാമാണ് അതിൻ്റെ വില, അല്ല തൂക്കം. പിന്നെ പ്രോക്തം എന്ന് പറയുന്നൊരു ലഡു ഉണ്ട്. പ്രോക്തം, ഈ ഫ്രീ ലഡു കഴിഞ്ഞാൽ പ്രോക്തം, അതിലൊരു 160-175 ഗ്രാമുണ്ട്. 50 രൂപയാണ് വില. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭക്തർക്ക് എല്ലാവർക്കും പ്രോക്തം ലഡുവും ഒരു വലിപ്പമുള്ള 160-175 ഗ്രാമുള്ള ലഡുവും സൗജന്യമായി കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ 50 രൂപയുടെ റെസിറ്റ് അടയ്ക്കണം. ഇനി കല്യാണോത്സവം ലഡു ഉണ്ട്. അത് ഇത്തിരി വലിയ ലഡുവാണ്. ഒരു ലഡുവിന് 700 ഗ്രാമൊക്കെ ഉണ്ട്. 250 രൂപയാണ് വില. ഒരു ദിവസം വേണ്ട 7000-ഓളം കല്യാണോത്സവം ലഡുക്കൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. 7000-ഓളം. ഇനി ആർജിത സേവ എന്ന് പറഞ്ഞ ലഡുവുണ്ട്. അതുകൂടാതെ ആസ്ഥാന ലഡു എന്ന് പറഞ്ഞൊരു ലഡു ഉണ്ടാക്കുന്നുണ്ട്. അത് അമ്പലത്തിലെ ഉള്ളിൽ വിതരണം ചെയ്യുന്നതാണ്. അത് പുറത്തേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ 2-3 തരത്തിൽ, 3-4 തരത്തിലുള്ള ആർജിത സേവ, ആസ്ഥാന ലഡു, കല്യാണോത്സവം, പിന്നെ ഫ്രീ ലഡു, ഇങ്ങനെയുള്ള പ്രോക്തം എന്ന് പറയുന്ന ഈ സൗജന്യ ലഡുവൊക്കെ ആണ് അവിടെ ചെയ്യുന്നത്. ഇത് ഒരു വർഷം 12-13 കോടി ലഡു തിരുപ്പതിയിൽ വിൽക്കുന്നുണ്ട്. 13 കോടി, ചെറിയ കണക്കൊന്നുമല്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ്. ഏറ്റവും ശുദ്ധമായ നെയ്യ്. ഒരു ദിവസം ആൾക്കറിയില്ല എത്ര ലഡു തിരുപ്പതിയിൽ ഉണ്ടാക്കുന്നറിയാമോ? 3.5 ലക്ഷം ലഡുവാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. 3.5 ലക്ഷം. ഇതിനു വേണ്ടിയിട്ട് 16,000 കിലോഗ്രാം നെയ്യ് വേണം. 16,000 കിലോ നെയ്യ്. ഇനി 6 മാസം മുമ്പ് ഒരു ടെൻഡർ എടുത്തത് 35.9 ലക്ഷം കിലോ നെയ്യിന് വേണ്ടിയിട്ടാണ് ടെൻഡർ കൊടുത്തത്. ആ സമയത്ത് ഇത്രയും നെയ്യൊക്കെ വന്നാൽ എങ്ങനെ സൂക്ഷിക്കുമെന്ന് ചോദിച്ചാൽ, ക്ഷേത്രത്തിനോട് ചേർന്ന് 8500 ലിറ്റർ നെയ്യ് സൂക്ഷിക്കാനുള്ള ഒരു സംഭരണ ടാങ്കുണ്ട് പ്രധാന ക്ഷേത്ര കോംപ്ലക്സിനോട് ചേർന്നിട്ടാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ലഡു ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് ബംഗാൾ ഗ്രാം, നെയ്യ്, ഈ പറഞ്ഞതുപോലെ ബംഗാൾ ഗ്രാമും നെയ്യും, പിന്നെ കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാം, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അല്ലാതെ വെറുതെയുള്ള ലഡു അല്ല. ആ ലഡു എന്ന് പറഞ്ഞാൽ ആ ലഡു നിർമ്മാണത്തിന് ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ബംഗാൾ ഗ്രാമും നെയ്യും കശുവണ്ടിയും ഉണക്കമുന്തിരി, ബദാം, ഇത്രയും സാധനങ്ങൾ ഈ ലഡുവിൽ നിർബന്ധമായിരിക്കണം. ഇങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറുതെ കൊടുക്കാൻ തട്ടിക്കൂട്ട്, അമ്പലത്തിൽ കൊടുക്കുന്ന ഒരു തട്ടിക്കൂട്ട് പ്രസാദമൊന്നും അല്ലത്. വളരെ ക്ലാസ്സായിട്ട് നിർമ്മിക്കുന്ന 1 ലക്ഷം 3.5 ലക്ഷം ലഡു കൈകൊണ്ട് ഉരുട്ടിക്കാൻ തന്നെയാണോ ഉണ്ടാക്കുന്നത്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഈ 15,000 കിലോ ബംഗാൾ ഗ്രാം വേണം. ഇത്
അതിന് വേണ്ടിയിട്ട് അവിടെ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടൊരു ഫ്ലവർ മില്ലൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഇത് പൊടിച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഈ നെയ്യ് വാങ്ങുന്നതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 16,000 കിലോ നെയ്യ് സന്നിധാനത്തിൽ ആവശ്യമുണ്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് അഗ്മാർക്ക് ക്വാളിറ്റി വേണമെന്നാണ് വ്യവസ്ഥ. ഇത് ഭക്ഷ്യ വസ്തുക്കൾക്ക് ISI അല്ല, അഗ്മാർക്കാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ക്വാളിറ്റി പരിശോധിച്ചിട്ട് കൊടുക്കുന്ന, സർക്കാർ ലാബുകളിൽ പരിശോധിച്ച് കൊടുക്കുന്ന ട്രേഡ് മാർക്കാണ് അഗ്മാർക്ക്. അതനുസരിച്ച് ഈ 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ 35.9 ലക്ഷം കിലോഗ്രാം നെയ്യ് വാങ്ങാൻ കരാർ കൊടുത്തത് 320 രൂപയ്ക്കും 441 രൂപ വരെ ലിറ്ററിന് കൊടുത്തിട്ടാണ് കരാർ കൊടുത്തത്. ആ വിലക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ വിവാദം ഉണ്ടായപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്നറിയോ? അത് സർക്കാർ എന്ത് ചെയ്തു? നന്ദിനിക്ക് തന്നെ കരാർ കൊടുക്കാൻ തീരുമാനിച്ചു, തിരുമല ദേവസ്ഥാനം. അതിനു മുമ്പ് നന്ദിനിക്ക് കൊടുത്തിരുന്നു. നന്ദിനിയിൽ നിന്ന് മാറ്റിയിട്ടാണ് ഈ കുറഞ്ഞ വിലയ്ക്ക് 320 രൂപ റേറ്റിൽ മറിച്ചു കൊടുത്തത്. ആ മറിച്ചു കൊടുത്ത കമ്പനിയുടെ പേര് AR ഫുഡ്സ് എന്നുള്ള കമ്പനിയാണ്. അതിൽ ബന്ധപ്പെട്ട ചില ആളുകളുടെ പേര് ഞാൻ അവസാനം പറയാം, ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു, വിവാദമായി. ഇപ്പോൾ പരിശോധിച്ചു. നിലവിലെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ 100ാം വാർഷിക ദിനത്തിലാണ് തിരുപ്പതി ഭഗവാന് കൊടുക്കുന്ന 100ാം ദിവസം ആഘോഷിക്കുന്ന ചടങ്ങിലാണ് തിരുപ്പതി ദേവസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ്, അത് പന്നിയുടെ കൊഴുപ്പ്, പോത്തിൻ്റെ കൊഴുപ്പ്, മീനെണ്ണ, ഇതെല്ലാം ഈ ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ദിവസം 16,000 കിലോഗ്രാം വേണ്ടുന്ന നെയ്യിൽ മിക്സ് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതും ലാബ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിപ്പം ആന്ധ്രയിൽ, തെലങ്കാനയിലുമൊക്കെ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭക്തർ അവിടെ നിന്നുള്ളവരാണ്, അവരുടെ ഇഷ്ടമൂർത്തിയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തിരുപ്പതി ബാലാജി. അവിടെ കൊടുക്കുന്ന പ്രസാദത്തിൽ മീനെണ്ണ, പന്നിയെണ്ണ, പോത്തിൻ്റെ നെയ്യ് ഒക്കെ കലർത്തി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മാത്രമല്ല, അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്ന അന്ന് തിരുപ്പതിയിൽ നിന്ന് ലഡു കൊണ്ടുപോയി. ആ ലഡുവും ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് വിവാദമായപ്പോൾ ഉടനെ സർക്കാർ തിരുപ്പതി തിരുമല ദേവസ്ഥാനം ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കരാർ റദ്ദാക്കിയിട്ട് നന്ദിനിക്ക് വീണ്ടും, കർണാടക സർക്കാരിൻ്റെ നമ്മുടെ മിൽമ പോലെ, ഗുജറാത്തിലെ അമുൽ പോലെയുള്ള നന്ദിനിക്ക് വീണ്ടും കൊടുത്തിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റേറ്റ് കിലോയ്ക്ക് 475 രൂപയ്ക്കാണ്. അപ്പോൾ 320 രൂപയ്ക്ക് കിട്ടുന്ന നെയ്യുടെ ക്വാളിറ്റി എന്തായിരിക്കും? അപ്പോൾ എന്തുകൊണ്ടാണ് നന്ദിനിയെ ഒഴിവാക്കിയിട്ട് കേവലം ലാഭം മാത്രം നോക്കി തിരുപ്പതി തിരുമല ദേവസ്ഥാനം അതിൻ്റെ വിശുദ്ധി കണക്കാക്കാതെ അത് സ്വകാര്യ കമ്പനിയായ AR ഫുഡ്സിന് കൊടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ നന്ദിനി ഇതിനു വേണ്ടി കൊട്ടേഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ചെയ്തിരിക്കുന്ന റേറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റാണ്, ഇതിൽ കുറഞ്ഞ് ലോകത്താർക്കും നെയ്യ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ റേറ്റ് കുറഞ്ഞിട്ട് പറ്റില്ല. അങ്ങനെ ഇരിക്കുകയാണ് 475 ഇപ്പോൾ നന്ദിനിക്ക് കൊടുത്തവർ 320 രൂപയ്ക്ക് AR ഫുഡിന് കൊടുത്തത്. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? അപ്പോൾ ബൾക്കായിട്ട് ഒരു ദിവസം 16,000 കിലോ വീതം നെയ്യ് ആവശ്യമുണ്ട്. അതിലൂടെ വന്നത് നല്ല ശതമാനം ഈ പറഞ്ഞ പോലെ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയുമായിരിക്കും. പക്ഷേ നമ്മൾ മറ്റൊരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ കലർത്തുന്ന തെറ്റാണ്. അതുപോലെയല്ല, അമ്പലത്തിൽ ഭഗവാന് നേദിക്കുന്ന ഇതിനകത്ത് നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ പോലും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നലെ തിരുപ്പതി ദേവസ്ഥാനത്ത് ശാന്തിഹോമവും അടക്കമുള്ള പ്രായശ്ചിത്തക്രിയകളും പരിഹാരക്രിയകളൊക്കെ ചെയ്തു. നമ്മുടെ പത്രങ്ങളിലൊന്നും ഇത് വാർത്തയായിട്ടില്ല. ഇത് നമ്മളിപ്പോഴും പറയേണ്ടി വരുന്നു. ഇതുപോലെ ഈ തിരുപ്പതിയിലെ ലഡുവിൽ പോത്തിൻ്റെയും പന്നിയുടെയും നെയ്യും മീനെണ്ണയും കലർന്നിരിക്കുന്നു എന്നുള്ളത് സിനിമ ഓർക്കുന്നില്ല? ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. അതെ, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പിന്നീടാണ് മാധ്യമങ്ങൾ ഏർപ്പെടുത്തിയത്. അന്ന് നമ്മൾ പറയുകയും ചെയ്ത് ഇത് മറ്റൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, ഇത് വെങ്കയ്യ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു തന്നെ പറഞ്ഞ, ചന്ദ്രബാബു നായിഡു പ്രസംഗിച്ചു. ഒന്നുമില്ല, അല്ല, ചന്ദ്രബാബു നായിഡു ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോലും നമ്മുടെ വാർത്ത കൊടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ആന്ധ്രയിൽ വലിയ വിവാദ കൊടുങ്കാറ്റായി ഇപ്പം കോടതി ഇടപെട്ടിരിക്കുകയാണ്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും അതിനുശേഷം വന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം വേണം ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ കാണിച്ച പോക്കൃത്തരായതുകൊണ്ട് വേണം കൊടുക്കാതിരിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കി. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും, അതെ, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും കൊടുത്തില്ല. അവിടെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും നമ്മളതാണ് ലഡുവിൻ്റെ ഒരു വിവാദം. അപ്പോൾ അവിടെ ശാന്തി പരിഹാര ക്രിയകളൊക്കെ ഇന്നലെ നടന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ലഡുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ലഡുവിൻ്റെ ഒരല്പം വിശേഷം കൂടെ
പറയാം. ഈ ലഡു ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അടുക്കളയിലാണ്. ശ്രീ വൈഷ്ണവത ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മിൻസാണ് ഇതുണ്ടാക്കുന്നത്. അവിടെ 600ഓളം ആളുകൾ ലഡു നിർമ്മാണത്തിന് വേണ്ടിയുണ്ട്. അവർ 24 മണിക്കൂർ രാപ്പകലില്ലാതെ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന അടുക്കളയുടെ പേര് പൊട്ടു എന്നാണ്. പൊട്ടു എന്ന് വിളിക്കുന്ന ഒരു ഇതൊരു അടുക്കളയിലാണ് ലഡു ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു, ഈ അടുക്കളയുടെ ശേഷി പോരാതെ വന്നു കാരണം ഒരു പുതിയൊരു അടുക്കള കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ബൂണ്ടി പൊട്ടു എന്നാണ്. അങ്ങനെ തിരുപ്പതി ലഡു എന്ന് പറയുന്നത് വളരെ പവിത്രമായി ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു പ്രസാദമാണ്. ഇത് 2009 തിരുപ്പതി തിരുമല ദേവസ്ഥാനം ഇതിന് പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പേറ്റൻ്റ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം വേറെ ചില കടക്കാരൊക്കെ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞ് പുറത്ത് വിൽക്കുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്പലപ്പുഴ പായസത്തിന് കോപ്പിറൈറ്റും പേറ്റൻറ്റും എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു. ഒന്ന് സബ്ജക്റ്റ് ടു കറക്ഷൻ. ഏതായാലും തിരുപ്പതി ലഡുവിന് 2009 മുതൽ പേറ്റൻ്റ് ഉണ്ട്. കാരണം ഇത്രയും ഇൻഗ്രീഡിയൻസ്, ബംഗാൾ ഗ്രാമ്പ്, നെയ്യ്, കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാമൊക്കെ ചേർത്തൊന്നും നമ്മുടെ നാട്ടിൽ ലഡു മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു എക്സ്ക്ലൂസീവ് സ്വഭാവമുള്ള ലഡുവാണ്. അപ്പോൾ അത് ഒരു വർഷം 500 കോടി രൂപയുടെ ലഡുവാണ് വിൽക്കുന്നത്. പക്ഷേ 500 കോടിയുടെ ലഡു വിൽക്കുന്നത് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വലിയ ലാഭമൊന്നുമില്ല. ലാഭമുണ്ട്, പക്ഷേ അത് വലിയ ഹ്യൂജ് ലാഭമൊന്നുമില്ല, വലിയ ലാഭമൊന്നുമില്ല. കാരണം അതുപോലെയുള്ള ക്വാളിറ്റിയിൽ നിർമ്മിച്ച് കൊടുക്കുന്ന സാധനങ്ങൾ അത്രയും. അതെ. ഇപ്പോൾ ഏറ്റവും ഇതിനകത്ത് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. BJP സർക്കാരാണ്, NDA സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇതൊക്കെ പരിശോധിക്കാൻ ഒരു ലാഭമുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ പരിശോധന, കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കൂടുതൽ അത്യാധുനികമായ ഒരു ലാബ് ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വിവാദത്തിന് ശേഷം ആരംഭിക്കുന്നു. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അടിയന്തരമായി 75 ലക്ഷം രൂപ TTDക്ക് കൊടുത്തു. തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഇടപെടുന്നുണ്ട്. 75 ലക്ഷം രൂപ ക്ഷേത്രത്തിന് കൊടുത്തു. ഇവിടെ ഒരു ഏറ്റവും സാങ്കേതിക തികവുള്ള ഒരു പരിശോധന ലാബ് കൂടെ വരികയാണ്. പിന്നെ പരിശോധിക്കാൻ പ്രത്യേകിച്ച് സംശയം തോന്നേണ്ട കാര്യമില്ല. കർണാടക സർക്കാരിൻ്റെ നന്ദിനിയിൽ നിന്നാണ് ഇനിയിപ്പോൾ നെയ്യ് ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുപ്പതി ലഡുവിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ആന്ധ്രയിലെ BJP സർക്കാർ, ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചു. കേന്ദ്രം അതിനൊപ്പമുണ്ട്. അത് തിരുപ്പതി ഭഗവാന്റെ ഭക്തർക്ക് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഈ ലഡുവിൻ്റെ സ്വാദ് അതൊന്ന് നിർവചനീയമായ സ്വാദാണ്. അതെ. ഈ നമ്മൾ ഇതിൻ്റെ അകത്ത് 2-3 പേരുടെ പേരുകളൊന്ന് പരാമർശിക്കും. പേരുകൾ പറയണം അല്ലേ? അതെ, അതൊരു വലിയ പ്രധാനമല്ലേ. എന്തുകൊണ്ടാണ് ഇത് മറന്നുപോയെങ്കിൽ മറന്നു പോട്ടെ. ഈ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ പേര് ഞാൻ പറയാം. SM നസീം ജാവേദ്. ഇനി CEOയുടെ പേര് പറയാം, മുഹമ്മദ് നസീം. ഇനി ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ അവർക്കും വേണമല്ലോ, നെയ്യൊക്കെ കളക്ട് ചെയ്യണം, പലയിടത്തും കളക്ട് ചെയ്യണം. പർച്ചേസ് ചെയ്യുന്ന അതിൻ്റെ ഹെഡിൻ്റെ പേര് മുഹമ്മദ് നൗമാൻ. ഇനി അവരുടെ അക്കൗണ്ട്സ് ഓഫീസറുടെ പേരോട് പറഞ്ഞിട്ട് ഞാൻ ഈ അധിക പ്രസംഗം നിർത്താം. റഹീൽ റഹ്മാൻ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി എൻ്റെ പക്കൽ വേറൊരു പേരുകൂടിയുണ്ട്. 13 പേരുകളുണ്ട്. ജഗൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് തിരുപ്പതി ദേവസ്വത്തിൽ നിയമനം കിട്ടിയ 13 പേര്. എന്തിനു വെറുതെ പേര് വായിക്കുന്നു? 13 പേര് മുസ്ലിങ്ങളാണ്. കഥ കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.